നമസ്കാരം. LSS പരീക്ഷാ പരിശീലനത്തിൽ നമ്മളിന്ന് നോക്കുന്നത് പരിസര പഠനമാണ്. ഒന്നാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: എ. കെ. കേളപ്പൻ, ബി. കുമാരൻ മാസ്റ്റർ, സി. ബാബ ആംതെ, ഡി. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഉത്തരം ഓപ്ഷൻ ഡി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻസ്: എ. ഗോപാലകൃഷ്ണ ഗോഖലെ, ബി. ജവഹർലാൽ നെഹ്റു, സി. രവീന്ദ്രനാഥ ടാഗോർ, ഡി. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഉത്തരം ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻസ്: എ. ക്ലമൻ്റ് ആറ്റ്ലി, ബി. ജനറൽ ഡയർ, സി. മൗണ്ട് ബാറ്റൺ, ഡി. റോബർട്ട് ക്ലൈവ്. ഉത്തരം ഓപ്ഷൻ എ, ക്ലമൻ്റ് ആറ്റ്ലി. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലി ആയിരുന്നു. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപക നേതാക്കളിൽ പെടാത്തതാര്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപക നേതാക്കളിൽ പെടാത്തത് ആര്? ഓപ്ഷൻസ്: എ. സുഭാഷ് ചന്ദ്രബോസ്, ബി. മോഹൻ സിംഗ്, സി. റാഷ് ബിഹാരി ബോസ്, ഡി. മഹാത്മാഗാന്ധി. ഉത്തരം ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധി. സുഭാഷ് ചന്ദ്രബോസ്, മോഹൻ സിംഗ്, റാഷ് ബിഹാരി ബോസ് എന്നിവരൊക്കെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപക നേതാക്കളാണ്. അഞ്ചാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാര്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാര്? ഓപ്ഷൻസ്: എ. മഹാത്മാഗാന്ധി, ബി. ജവഹർലാൽ നെഹ്റു, സി. അരുണ ആസിഫ് അലി, ഡി. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഉത്തരം ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആറാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ അധികാരം സ്ഥാപിക്കാൻ കഴിയാനുള്ള കാരണം? ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ അധികാരം സ്ഥാപിക്കാൻ കഴിയാനുള്ള കാരണം? ഓപ്ഷൻസ്: എ. ബ്രിട്ടീഷുകാരുടെ അംഗബലം, ബി. ഇന്ത്യയെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി, സി. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ തമ്മിലുള്ള ഐക്യമില്ലായ്മ, ഡി. തെരഞ്ഞെടുപ്പ് നടത്തി വിജയിച്ചു. ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ തമ്മിലുള്ള ഐക്യമില്ലായ്മ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ തമ്മിലുള്ള ഐക്യമില്ലായ്മയാണ് ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ കഴിയാനുള്ള പ്രധാന കാരണം. ഏഴാമത്തെ ചോദ്യം, ഒരു ദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ത്യാഗവും നേട്ടങ്ങളും പുകഴ്ത്തുന്ന രചനയാണ് ദേശീയഗാനം. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് ആര്? ഓപ്ഷൻസ്: എ. രവീന്ദ്രനാഥ ടാഗോർ, ബി. ശ്രീ ഔറോബിന്ദോ, സി. രാജാ റാവു, ഡി. വയലാർ രാമവർമ്മ. ഉത്തരം ഓപ്ഷൻ എ, രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. എട്ടാമത്തെ ചോദ്യം, ദേശീയ കായിക വിനോദം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഓപ്ഷൻസ്: എ. ഹോക്കി, ബി. ക്രിക്കറ്റ്, സി. ഫുട്ബോൾ, ഡി. ബാസ്കറ്റ്ബോൾ. ഉത്തരം ഓപ്ഷൻ എ, ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം. ഓപ്ഷൻസ്: എ. ഗോവ, ബി. തെലങ്കാന, സി. ജമ്മു കാശ്മീർ, ഡി. മധ്യപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ബി, തെലങ്കാന. ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം തെലങ്കാനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരം ഏത്? ഓപ്ഷൻസ്: എ. ഡൽഹി, ബി. മുംബൈ, സി. ചെന്നൈ, ഡി. കൊച്ചി. ഉത്തരം ഓപ്ഷൻ ബി, മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരം മുംബൈ ആണ്.